പ്രസംഗമടക്കം അവിടെ ഇപ്പോൾ പ്രതിഷേധം അക്രമാസക്തമാവുകയാണ്. പോലീസ് നടപടിയിലേക്ക് പോകുന്നു. കളക്ടറേറ്റിലേക്കുള്ള കോൺഗ്രസ് മാർച്ച് അക്രമാസക്തമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും സുജിയ, കളക്ടറേറ്റിലേക്ക് ഇന്ന് കോൺഗ്രസ് നടത്തിയിട്ടുള്ള മാർച്ചിൽ ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാവുകയാണ്. ഈ മാർച്ചിനിടെ SI ഉൾപ്പെടെയുള്ളവർ എത്തി പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടയിലാണ് പ്രവർത്തകർ പ്രകോപിതരാവുകയും പോലീസിനെതിരെ തിരികുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇന്ന് കണ്ണൂർ കളക്ടറേറ്റിന് മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും KPCC അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും വാക്കുതർക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇത്തരമൊരു ഈ പ്രവർത്തകന്മാരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കൾ ഇടപെടുന്നുണ്ട് എങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കൾ അത്തരത്തിൽ തിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറുന്നതിന് വേണ്ടിയോ തയ്യാറാവുന്നില്ല. വളരെ പൊടുന്നനെയായിരുന്നു ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് അല്ലെങ്കിൽ വാക്കുതർക്കത്തിലേക്ക് പോലീസും പ്രവർത്തകരും തമ്മിൽ കടന്നിട്ടുള്ളത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് KPCC അധ്യക്ഷൻ K സുധാകരൻ ഇവിടെ നിന്ന് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് SI ഉൾപ്പെടെയുള്ളവരുമായി ഈ പ്രവർത്തകന്മാർ വാക്കുതർക്കമുണ്ടാവുകയും ഒരു കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പോലീസിന് മുന്നിൽ ഇവർ പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ മാറി നിൽക്കുകയാണ്. ഈ പ്രവർത്തകരുടെ മുന്നിൽ നിന്നും മാറി നിൽക്കുകയാണ്. എന്തായാലും പോലീസിന് പറയുന്ന PP ദിവ്യയ്ക്ക് സംരക്ഷണം ഒരുക്കുകയാണ് എന്നുള്ള ആരോപണം KPCC അധ്യക്ഷൻ തന്നെ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ മാർച്ചിന്റെ ഭാഗത്തേക്ക്, അതായത് കളക്ടറേറ്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ് ഇതിന്റെ ഉദ്ഘാടന പരിപാടി. കോൺഗ്രസ് മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. അക്രമാസക്തമായപ്പോഴാണ് പോലീസ് നടപടിയും അവിടെ ഉണ്ടായത്. കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചിലാണ് സംഘർഷം. ഇപ്പോൾ കളക്ടറേറ്റിന് മുന്നിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. ബാരിക്കേഡിന് മുകളിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അർജുൻ കല്യാൺ, പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണോ? ഈ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത് ഉൾപ്പെടെയുള്ള നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ഒരു ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ, അതായത് കോൺഗ്രസിന്റെ നേതാവ് ഷമാ മുഹമ്മദ് ഉൾപ്പെടെ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധം ഉയർത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മുതിർന്ന നേതാക്കൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. അതായത് ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ നേതാവ് ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം ഉയർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ബാരിക്കേഡ് മറികടന്ന് ജില്ലാ കളക്ടറേറ്റിന്റെ വളപ്പിനകത്തേക്ക് ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രവേശിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു വശത്തു നിന്നും അത്തരം വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ വളപ്പിനകത്തേക്ക് കടക്കാനുള്ള ശ്രമമുണ്ട്. പക്ഷേ പോലീസ് അവരെ തടയുകയാണ് ചെയ്തത്. അല്പസമയങ്ങൾക്ക് മുൻപ് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുകയും ചെയ്തു. എന്തായാലും ഒരു ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് വരെ പ്രവർത്തകർ കയറിയിരിക്കുന്നു. മരണത്തിൽ ജില്ലാ കളക്ടറുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്.